ഹായ്, ഐ എം സഞ്ജയ് ഹിയർ ഫ്രം ബീറ്റോറ ഡ്രം സ്പേസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് അക്വസ്റ്റിക് ഡ്രംസ്, എന്താണ് ഇലക്ട്രിക് ഡ്രംസ്. വിവിധ വലുപ്പത്തിലുള്ള, വിവിധ ആകൃതിയിലുള്ള, വിവിധ ഡെപ്തിലുള്ള ഇൻസ്ട്രുമെന്റുകൾ, അതിൽ നിന്നുണ്ടാകുന്ന നാച്ചുറൽ ശബ്ദങ്ങളുടെ പ്രത്യേകതകൾ അനുസരിച്ച് ക്രമീകരിച്ചു വയ്ക്കുന്ന ഒരു രീതിയാണ് അക്വസ്റ്റിക് ഡ്രം കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അക്വസ്റ്റിക് ഡ്രം എന്നുള്ളത് മനസ്സിലായല്ലോ. ഇലക്ട്രിക് ഡ്രം എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. സാമ്പിൾ ബേസ്ഡ് സൗണ്ട് നൽകുന്ന കീബോർഡ് പോലെ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ബോർഡിൽ പ്രീ ഇൻസ്റ്റോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ബോർഡ് യൂണിറ്റിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളെ ഉപയോഗിച്ച് വായിക്കുന്ന കിറ്റുകളെയാണ് ഇലക്ട്രിക് ഡ്രം കിറ്റ് എന്ന് പറയുന്നത്. ഇവ പ്രവർത്തിക്കാൻ കറണ്ട് ആവശ്യമാണ്. അഡാപ്റ്ററുകൾ യൂസ് ചെയ്താണ് നമ്മൾ കീബോർഡിനും മറ്റ് ഇൻസ്ട്രുമെന്റിനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അഡാപ്റ്ററുകൾ യൂസ് ചെയ്താണ് ഇവ ഉപയോഗിക്കുന്നത്. അക്വസ്റ്റിക് ഡ്രം കിറ്റിൽ അതിന്റെ സൈസിന്റെ പ്രാധാന്യം അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തിനെ വ്യത്യാസപ്പെടുത്തും. എന്നാൽ ഇലക്ട്രിക് ഡ്രം കിറ്റിന്റെ ഓരോ ഇൻസ്ട്രുമെന്റ് പാഡിനുള്ളിലെ ഇലക്ട്രിക് ബോർഡുകളും അതിനുള്ളിലെ സെൻസറുകളുമാണ് ഏത് തരം ശബ്ദമാണ് ആ പാഡിൽ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഡ്രം കിറ്റിൽ പാഡുകളുടെ വലിപ്പത്തിന്റെ വ്യത്യാസം പ്രാധാന്യം അർഹിക്കുന്നില്ല. എന്നാൽ വലിപ്പക്കുറവുള്ള ഇൻസ്ട്രുമെന്റ് പാഡുകളുള്ള ഇലക്ട്രിക് ഡ്രം കിറ്റിൽ അത് വായിക്കാനായിട്ടുള്ള ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു സ്പീഡൊക്കെ വളരെ കുറവായിരിക്കും. നമുക്ക് കുറച്ചുകൂടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും നമ്മൾ വായിക്കുന്ന ആ ഒരു രീതിയിൽ. പക്ഷെ കുറച്ച് ഹൈ എൻഡ് ആയിട്ടുള്ള വില കൂടിയിട്ടുള്ള ഇലക്ട്രിക് ഡ്രം കിറ്റിലാണെങ്കിൽ ഈ ഒരു പ്രശ്നം അധികം ഉണ്ടാവാറില്ല. കാരണം അത്യാവശ്യം വലിപ്പമുള്ള പാഡുകളാണ് അതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് ഡ്രം കിറ്റിന്റെ ഏറ്റവും മികച്ച ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരേ സമയം വ്യത്യസ്തമായിട്ടുള്ള പാഡുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങളെ കൊടുക്കാനായിട്ട് സാധിക്കും. അതിപ്പോൾ വിവിധ തരത്തിലുള്ള ഡ്രം കിറ്റിന്റെ ശബ്ദമായാലും പെർക്കുഷൻ ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദങ്ങളായാലും എന്ത് തരത്തിലുള്ള ശബ്ദങ്ങളും ഒരേ സമയം നമുക്ക് പല പല പാഡുകളിൽ മാറ്റി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കമ്പ്യൂട്ടറോ ഒരു ലാപ്ടോപ്പോ ഒക്കെ ഉപയോഗിച്ചിട്ട് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി പ്ലഗിനൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ലൈവായിട്ട് ഡ്രം കിറ്റ് പ്ലേ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. അക്വസ്റ്റിക് ഡ്രം കിറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു സൈസിനും അതിന്റെ വെയിറ്റിനും കാര്യമായിട്ടുള്ള മാറ്റം ഈ ഇലക്ട്രിക് ഡ്രം കിറ്റിന്റെ കേസിലുണ്ട്. കാരണം അത്രയും ബൾക്കി അല്ല. ബൾക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിപ്പമുള്ള ഒരു കിറ്റ് അല്ല ഇലക്ട്രിക് ഡ്രം കിറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല അത്രയും വെയിറ്റും ഉണ്ടാകത്തില്ല. നമ്മളൊരു അക്വസ്റ്റിക് ഡ്രം കിറ്റ് എടുത്ത് ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ആ ഒരു സ്ഥാനത്ത് ഇലക്ട്രിക് ഡ്രം കിറ്റ് എന്ന് പറയുന്നത് ഈസി ടു ട്രാൻസ്പോർട്ട് ആണ്. എങ്ങോട്ട് വേണമെങ്കിലും സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലോട്ടോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ടോ ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണ് ഇലക്ട്രിക് ഡ്രം കിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നാച്ചുറൽ റീബൗണ്ടിങ് ഫീൽ ഉണ്ട്. അത് അക്വസ്റ്റിക് ഡ്രമ്മിന് മാത്രമാണ് ഉള്ളത്. അതൊരു ഇലക്ട്രിക് ഡ്രമ്മിൽ നമ്മളിനി എത്ര ഹൈ എൻഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഡ്രം ആണെന്ന് പറഞ്ഞാലും അതിലൊരു അക്വസ്റ്റിക് ഡ്രമ്മിൽ പ്ലേ ചെയ്യുമ്പോൾ കിട്ടുന്ന റെസ്പോൺസീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു റീബൗണ്ടിങ് ഫീൽ അതൊരിക്കലും നമുക്കൊരു ഇലക്ട്രിക് ഡ്രമ്മിൽ നിന്ന് അത്ര കാര്യമായിട്ട് കിട്ടാനായിട്ട് വഴിയില്ല. ഇലക്ട്രിക് ഡ്രം കിറ്റിന്റെ ആ ഒരു സ്കിൻ, അതിന് നമ്മൾ ബാറ്റർ ഹെഡ് എന്ന് പറയും. അങ്ങനെയുള്ള ആ ബാറ്റർ ഹെഡ് റബ്ബറും പ്ലാസ്റ്റിക്കും ചേർന്നുള്ള മെറ്റീരിയലായിട്ടും വരാറുണ്ട്. അതുപോലെ മെഷ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്. അത് റബ്ബറും ഒരു ഫാബ്രിക്കും കൂടെ ഒക്കെ ചേർന്ന് ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പൊ അങ്ങനെയുള്ള മെഷ് മെറ്റീരിയൽ ആയിട്ടുള്ള പാഡുകളും റബ്ബറും പ്ലാസ്റ്റിക്കും ചേർന്നിട്ടുള്ള പാഡുകളും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഡ്രംസ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. നിങ്ങൾക്കുള്ള അഡ്മിഷൻസ് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നതാണ്. ഡ്രംസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് എല്ലാം കാണുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനിയും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.